തീർച്ചയായിട്ടും. അതുപോലെ എനിക്ക് സുജാത മാഡത്തോട് ചോദിക്കാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും പൊതുപ്രവർത്തകർ അവരവരുടേതായ തൊഴിലുകൾ ചെയ്തുകൊണ്ട് പൊതുപ്രവർത്തനം ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രമാണ് രാഷ്ട്രീയം ഒരു തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാനത്ത് എത്തുമ്പോൾ കിട്ടുന്ന അലവൻസുകൾ, അത്തരം കാര്യങ്ങളുടെ മേൽ മാത്രം നിന്നുള്ള മുന്നോട്ടുള്ള ജീവിതം, ചില പദ്ധതികളിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ, അതൊക്കെ നമ്മൾ നാട്ടിൻപുറം മുതൽ കാണുന്നതാണ്, ത്രിതല പഞ്ചായത്ത് മുതൽ കാണുന്നതാണ്. ഇവിടെയും അത്തരത്തിലൊരു മാറ്റം ആവശ്യമില്ല. അപ്പോൾ ഈ മോഹം മുക്തമായി രാഷ്ട്രീയം പൊതുജീവിതം മുന്നോട്ട് പോയില്ലേ? ഇല്ല, അങ്ങനെയില്ല. മുമ്പേ ചോദിച്ചതിനൊരു മറുപടി എനിക്കുണ്ടേ. അതായത് ഇപ്പോൾ തുടർച്ചയായിട്ട് ഇതെല്ലാം കൈയുടക്കി വെച്ചിരിക്കുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, കറക്റ്റാണ്. തുടർച്ചയായിട്ട് ഇങ്ങനെ ഇതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതെല്ലാം സ്വാഭാവികമാണ്. അപ്പോൾ വളരെ സീരിയസായി സ്വയംവിമർശനപരമായി വിലയിരുത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടി അതിൽ തീരുമാനമെടുത്തത്. 3 പ്രാവശ്യത്തിൽ കൂടുതൽ പാർട്ടി സെക്രട്ടറിമാരായിട്ട് തുടരാൻ തീരുമാനമില്ല. ഇപ്പോൾ പാർട്ടി ഭരണഘടന ഭേദഗതി കൊണ്ട് തുടർച്ചയായിട്ട് 3 പ്രാവശ്യം മാത്രമേ സെക്രട്ടറി ആകാൻ പാടൂ. ജനപ്രതിനിധി ഈ 3 തവണ എന്നത് തന്നെ കുറച്ച് കൂടുതലല്ലേ? ഇല്ല, 3 തവണ കുഴപ്പമില്ല, ഇല്ലേ ശബരി? അത് കുഴപ്പമില്ല. ജനപ്രതിനിധി ഈ മോഹമുക്തമായി പിന്നെയും ഒരു വലിയ സംഘമുള്ളത് അത് 3 ഇരുന്നോട്ടെ. പിന്നെ ഈ ജനപ്രതിനിധികൾ 2 വർഷത്തിൽ കൂടുതൽ ഇപ്പോൾ മത്സരിക്കാൻ പാടില്ല. കാരണം അത് ഞങ്ങൾക്ക് വലിയ ഇപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞ തവണ ചെയ്താൽ ഇത്തവണ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് പല കാര്യങ്ങളുമുണ്ട്. അല്ലല്ല, അത് തുടർച്ചയായിട്ട് അത് തീരുമാനമെടുത്തത് തന്നെയാണ്. ഇപ്പോൾ ബംഗാളായാലും കേരളമായാലും ത്രിപുരയായാലും തുടർച്ചയായിട്ട് മത്സരിക്കും. എനിക്കറിയാം, പാർലമെൻറ്റിലൊക്കെ 9 തവണയായിട്ട് തുടർച്ചയായി മത്സരിച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, തുടർച്ചയായിട്ട് 2 തവണ മാത്രമേ മത്സരം. അതൊരു നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കരുതുന്നത്, അല്ലേ? കാരണം അത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അനിയൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എല്ലാം ആ രൂപത്തിൽ തീരുമാനം ഭാവിയിൽ എടുക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം എനിക്ക് എൻ്റെ കൂടെയൊക്കെ ഞാൻ KSF ആകുമ്പോൾ KSUവിലൊക്കെ പ്രവർത്തിച്ചിരുന്ന സമർത്ഥരായ ഒരുപാട് നല്ല ചെറുപ്പക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും എങ്ങും ആയിട്ടില്ല. അവർ മോഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല. അപ്പോഴും അവിടെ അത് തന്നെയാണ്, മോഹമാണ് അടിസ്ഥാനം എന്നതാണ്, മോഹമുക്തമല്ല എന്നതാണ് പറഞ്ഞു വെച്ചത്. അതെ, മോഹമുണ്ടല്ലോ. മോഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? മോഹങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മോഹമുണ്ട്. അതിമോഹം പാടില്ലെന്നേ ഉള്ളൂ, ഇല്ലേ? മോഹമില്ലെങ്കിൽ ഏത് മനുഷ്യനും ഈ ഭൂമി ജീവിക്കാൻ പറ്റും, യാന്ത്രികമായിട്ട് ജീവിക്കാൻ പറ്റും. മാനങ്ങൾ മാറുമ്പോഴാണ് ഇല്ല, എവിടെ എല്ലായിടവും മോഹം വേണം, ഇല്ലേ? ഉദ്യോഗസ്ഥർക്ക് മോഹം വേണ്ടേ? ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യണമെന്ന് ഇപ്പോൾ സമൃദ്ധിയായ ഒരു ഉദ്യോഗസ്ഥയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ നന്നായി ചെയ്യണമെന്നുള്ളൊരു മോഹമുണ്ടെങ്കിലേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാതെ ഒരു മോഹമില്ല, എന്തെങ്കിലും ആയിപ്പോട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം, നമ്മുടെ നാട് നന്നാവില്ല. അപ്പം മോഹമാണോ ലക്ഷ്യമാണോ എന്നതാണ് എൻ്റെ ഒരു സംശയം. അത് മോഹമാണോ ലക്ഷ്യമാണോ? ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ പ്രവർത്തിക്കണം. ആ മോഹം ഉണ്ടെങ്കിലേ ആ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ.